the new concept of Flora. This is Bindu Joseph from Kozhikode. ഇന്ന് എൻ്റെ ഈ ഇരിപ്പും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു ഫ്രൂട്ടിനെ, പുതിയൊരു പഴത്തെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. ഈ അതിഥി നമ്മുടെ വീട്ടിലെത്തിയിട്ട് 3 വർഷമായി. 3 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ചു. ഇതിൻ്റെ പേരാണ് സ്റ്റാർ ആപ്പിൾ എന്ന് വിളിക്കും, അതല്ലെങ്കിൽ മിൽക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കും. ഈ ഒരു ഫ്രൂട്ട് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരുന്നു. ഗ്രാഫ്റ്റഡ് പ്ലാന്റിന്റെ മാർക്കറ്റിൽ ഒരു 600 രൂപ, ഹോൾസെയിൽ ആണെങ്കിൽ 450 മുതൽ 600 രൂപ വില വരെ ഉള്ള ഒരു പ്ലാന്റ് ആണിത്. ഈ ഗ്രാഫ്റ്റഡ് പ്ലാന്റിനെ 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഈ ഒരു ഫ്രൂട്ടിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുക. സപ്പോട്ടയുടെ ഫാമിലിയിൽപ്പെട്ടതാണ് നമ്മളുടെ ഈ മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം ശരിക്കും വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിലും പിന്നീട് മധ്യ അമേരിക്കയിലും പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയിലൊക്കെ വളരെ പ്രചാരം നേടിയ ഒരു ഫ്രൂട്ട് ഇനമാണ് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ കളർ. അതായത് ഇതിൻ്റെ ഇലകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇരട്ട കളറാണ്, 2 കളറാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ഇലയുടെ അടിഭാഗം ഒരു ബ്രൗൺ റെഡ് കളറാണ്, മുകൾ ഭാഗം പച്ച കളറുമാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഇത് വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഇലകൾക്കെല്ലാം അടിഭാഗത്ത് ഒരു കളറാണെങ്കിൽ മുകൾ വശത്ത് മറ്റൊരു കളറാണ്. ഈ രീതിയിൽ നമ്മൾ വ്യത്യസ്ത ഷേപ്പിൽ ഇതിനെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും ഇതിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് തന്നെ വളർച്ചയെത്തുന്ന ഈ ചെടി നമുക്ക് ഏതൊരു ഷേപ്പിലേക്ക് വേണമെങ്കിലും മുറിച്ച് മാറ്റാവുന്നതാണ്. ഇത് ഇപ്പോൾ പഴുത്ത് നിൽക്കുന്ന ഒരു മിൽക്ക് ഫ്രൂട്ടാണ്. ഈ ഒരു സൈസ് വരെയാണ് ഇത് വരിക. ചിലതിന് ഒരു പിങ്ക് കളർ വരും പഴുക്കുന്ന സമയത്ത്. ഇത് പച്ച കളറിൽ തന്നെയാണ് പഴുത്തിട്ടുള്ളത്. ഇത് മൂപ്പെത്തിയപ്പോൾ ഒരു നല്ല ഡാർക്ക് പച്ച കളറായിരുന്നു. ഇപ്പോൾ അതൊരു ലൈറ്റ് പച്ചയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഞെക്കിക്കഴിഞ്ഞാൽ ഞെങ്ങുന്നുമുണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. പഴുത്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ പരുവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ കളറ് ഒരല്പം ലൈറ്റ് ഗ്രീനായി മാറും. ഇങ്ങനെയാണ് മിൽക്ക് ഫ്രൂട്ട് എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ, ഇത് മുറിക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഒരു പാല് പോലുള്ള ഒരു ലിക്വിഡ് വരും. അപ്പോൾ അതിൽ നിന്നാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം നമ്മളൊരു ഹൊറിസോണ്ടൽ ഷേപ്പിൽ മുറിച്ചാൽ അത് ഉൾവശം ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഉണ്ടാവുക. അതിനാൽ ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്നും പറയും. പോഷകങ്ങൾ, പൊട്ടാസ്യം, ധാതുക്കൾ ഇവയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ സ്റ്റാർ ആപ്പിൾ അഥവാ നമ്മളുടെ മിൽക്ക് ഫ്രൂട്ട്. മാർക്കറ്റിൽ നഴ്സറികളിലെല്ലാം തന്നെ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഗ്രോ ബാഗിൽ വേണമെങ്കിൽ വളർത്താം. ഇത് ഗ്രോ ബാഗിലാണ് വളരുന്നത്. ഇതിനെ നമുക്ക് ഗ്രോ ബാഗിൽ വേണമെങ്കിൽ വളർത്താം. അതല്ലാത്ത പക്ഷം നമുക്ക് നിലത്തും ഇതിനെ പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയുടെ അടിവശം തന്നെയാണ്. 2 കളറാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ഈ ചെടിയിൽ ലാറ്റക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഉണക്കിനെ ഒരു പരിധി വരെയൊക്കെ ചെറുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിത് പ്ലാന്റ് ചെയ്യുന്ന വിധം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി ഈ മിശ്രിതമാണ് ആ കുഴിയിൽ ഇടുക. വർഷത്തിലൊരു 2 തവണ 4 തവണ വളം കൊടുക്കാൻ പറ്റിയ നല്ലത്. മഴ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പും മഴയ്ക്ക് ശേഷവും 2 തവണയെങ്കിലും വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത്, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. നമുക്ക് ഇടവിളയെ കൃഷി ചെയ്യാം, ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. ഇവിടെ അപ്പോൾ ഇത് ഏകദേശം പഴുത്ത് കഴിഞ്ഞു. ഈ പഴുത്ത ഫ്രൂട്ടിനെ ആദ്യം നമുക്കൊന്ന് മുറിച്ച് നോക്കാം. പഴുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ മുറിക്കുകയാണ്. ഇതൊരു ലാറ്റക്സ് നമ്മൾ മുറിക്കുമ്പോൾ ഒരു മിൽക്ക് പോലെ വരുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്. മുറിച്ച് കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ സ്റ്റാർ ഷേപ്പ് വരും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഉൾവശം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ആപ്പിൾ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട്. ഏകദേശം നമ്മുടെ അബിയുവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. എന്തായാലും തണുപ്പിച്ച് കഴിച്ചാൽ ഇതിനേക്കാൾ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും തന്നെ പുതിയ ഈ ഫ്രൂട്ടിനെ ഒന്ന് പരിചയപ്പെടുക. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് മേടിച്ച് പ്ലാന്റ് ചെയ്യുക, ഭക്ഷിക്കുക. ഇതിൻ്റെ സൗരഭ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ത് എന്ന് ഒന്ന്
അനുഭവിച്ചറിയുക. ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായി ടെക്ഫ്ലോറ ചാനൽ വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പ്ലസ് അതിലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീണ്ടും അധിക താമസിയാതെ പുതിയൊരു കോൺസെപ്റ്റുമായി നമ്മൾ കണ്ടെത്തുന്നവരെ ബൈ.